നല്ലൊരു കഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സാധിക്കുന്നവരൊക്കെ വായിക്കാം. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇപ്പം വായിച്ചിട്ടുണ്ട്. റാം എന്നൊരു വ്യക്തി സിനിമാ പഠനവുമായി ബന്ധപ്പെട്ട് ചെന്നൈ വരുന്നു. അങ്ങനെ റാമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഥകളൊക്കെയാണ് ഇത് പറയുന്നത്. നല്ല രസമായിട്ടാണ് ഇതിൽ ഓരോ അധ്യായങ്ങളും വിവരിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം ഭയങ്കരമായിട്ട് അത് ഇമാജിനേഷനിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് ഇത് കാഴ്ചവെച്ചിരിക്കുന്നത്. റാമിൻ്റെ കോളേജ് ലൈഫ്, അവിടുന്ന് കിട്ടുന്ന ഫ്രണ്ട്സ്, വെട്രി, രേഷ്മ, അവരുടെ കൂട്ടുകെട്ടിൻ്റെ കഥ, രേഷ്മയും വെട്രിയും തമ്മിലുള്ള സഹോദര സ്നേഹത്തിൻ്റെ കഥ, പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് ആനന്ദി വരുന്നു, ആനന്ദിയുടെ ജീവിതം, ആനന്ദി ചെയ്യുന്ന ആ സ്ട്രഗിൾസും അതെന്തിനു വേണ്ടിയുള്ളതെന്നൊക്കെ ഈ കഥ പറയുന്നത് ഇതിൻ്റെ ഒരു സർപ്രൈസ്, ആ സസ്പെൻസ് എലമെൻ്റൊക്കെ നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ഇത് വ്യക്തമായ രാഷ്ട്രീയങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് മല്ലി. മല്ലി ഒരു ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ ആംഗിളിലൂടെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു താല്പര്യം ഇഷ്ടവും നമുക്ക് ആ കഥാപാത്രത്തിനോട് ഇത്ര തോന്നും. ഭയങ്കര രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഇത്രയും ആഴ്ന്നിറങ്ങി നല്ല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. മല്ലിയുടെ ജീവിതവും മല്ലി വലിയ കാര്യത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഫാമിലിയൊക്കെ മല്ലിയോട് പ്രതികരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം തോന്നും. മല്ലി ഇതിനകത്തെ നല്ലൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ആനന്ദി, രാമിൻ്റെ ജീവിതത്തിലേക്ക് ഓരോ കഥാപാത്രങ്ങളും വരുന്ന ഭയങ്കര രസമായിട്ടാണ് അവതരിപ്പിച്ചേക്കുന്നത്. പിന്നെ ഇതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാന്ന് ചോദിച്ചാൽ ഓരോ ഡീറ്റെയിലിംഗ് ആണ്. ചെന്നൈയിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടിങ്ങനെ നല്ല രസമായിട്ടിങ്ങനെ പറയുന്നത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ റാമിൻ്റെ കൂട്ടത്തിൽ താമസിക്കുന്ന 2 പേരുണ്ട്, ബിനീഷേട്ടനും പിന്നെ അവിടെ ബികോമിന് പഠിക്കുന്ന പയ്യനും. അവൻ്റെ കഥകൾ പറയുന്നില്ല പോലും സംഭാഷണങ്ങളും, നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്ന വിഷമങ്ങളും ആ നൊസ്റ്റാൾജിയ, അതിനെ പറയുക, വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടൊക്കെ മാറാനായിട്ട് റാം ബാഗിൽ കരുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് തോന്നും. നല്ലൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആരെങ്കിലുമൊക്കെ ഇത് വായിക്കാത്തതായിട്ടുണ്ടെങ്കിൽ ലൈബ്രറിയിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ വല്ലതും എടുത്ത് വായിച്ചാൽ നല്ലതായിരിക്കും. നല്ലൊരു വായനയാണ്. തുടക്കക്കാർക്ക് എന്തുകൊണ്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. എന്നാ പറയുക, നമുക്കെല്ലാം ഇങ്ങനെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. പിന്നെ പറയാതെ പറയുന്ന ഇഷ്ടം, അതും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ്, പക്ഷെ അതങ്ങ് നേരിട്ട് പറയാതെ അങ്ങനെ കൊണ്ട് നടക്കുന്നതിനൊരു രസമുണ്ടല്ലോ. എന്തുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റാം കെയർ ഓഫ് ആനന്ദി ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും ഈ 2 പുസ്തകമാണ് ഞാൻ എടുത്തത്. ഞാൻ അത്ര വലിയ വായനക്കാരിയൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ബിഗിനർ എന്നുള്ള രീതി വായിച്ചതാണ്. അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് റാം കെയർ ഓഫ് ആനന്ദിയാണ്. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ടെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്.